നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ചലച്ചിത്ര താരങ്ങളുടെ അടക്കം ചിത്രങ്ങൾ പതിപ്പിച്ച മസാജ് കാർഡ് കണ്ട് കെണിയിൽ വീണ ദുബായിലെ ഇന്ത്യക്കാരന് നഷ്ടപ്പെട്ടത് അരക്കോടിയിലേറെ രൂപ. കേസിന്റെ വിചാരണ ദുബായ് കോടതിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു സംഭവം നടന്നത്. 33-കാരനായ ഇന്ത്യക്കാരനായിരുന്നു പണം നഷ്ടമായത്. സുന്ദരിയായ യുവതിയുടെ ചിത്രം പതിപ്പിച്ച കാർഡിൽ കണ്ട നമ്പറിലേക്ക് വിളിച്ച് കാര്യം ഉറപ്പിക്കുകയായിരുന്നു. 200 ദിർഹമാണ് മസാജിന്റെ നിരക്ക്. തുടർന്ന് യുവാവ് അൽറിഫയിലെ മസാജ് കേന്ദ്രത്തിലേക്ക് നേരിട്ടെത്തുകയായിരുന്നു. അപ്പാർട്ട്മെന്റിലായിരുന്നു മസാജ് കേന്ദ്രം. അദ്ദേഹം ചെന്നപ്പോൾ 4 ആഫ്രിക്കൻ യുവതികൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ 200 ദിർഹം ഏൽപ്പിച്ചപ്പോൾ അവർ മൊബൈൽ ബാങ്ക് ആപ്പ് തുറക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. അതിൽ നിന്നും പണം കൈമാറാനായിരുന്നു നിർദ്ദേശം നൽകിയത്. എന്നാൽ പരാതിക്കാരൻ അത് തയ്യാറായില്ല. തുടർന്ന് അവർ കത്തിയെടുത്ത് കഴുത്തിന് നേരെ പിടിച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. മാത്രമല്ല, മുഖത്ത് അടിക്കുകയും ചെയ്തു. ഒരു യുവതി പേഴ്സിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് എടുത്തുകൊണ്ടുപോയി ATM-ൽ നിന്ന് 30,000 ദിർഹം പിൻവലിക്കുകയും ചെയ്തു. പിന്നീട് ഒരു ദിവസം തടങ്കലിൽ വയ്ക്കുകയും 2,50,000 ദിർഹം അക്കൗണ്ടിൽ നിന്ന് അവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും ചെയ്തു. പരാതിക്കാരന്റെ ഐഫോണും അവർ മോഷ്ടിച്ചു. എന്നിട്ടായിരുന്നു പിറ്റേന്ന് വിട്ടയച്ചത്. ഉടൻ തന്നെ താൻ ബാങ്കിൽ വിളിച്ച് വിവരം ധരിപ്പിക്കുകയും പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇവർ കെണിയൊരുക്കുന്നത്. ദുബായ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇന്ത്യൻ യുവാവിൽ നിന്ന് പണം കവർന്ന സംഘാംഗങ്ങളായ 3 നൈജീരിയൻ യുവതികളെ ഷാർജയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഒരാൾക്ക് വേണ്ടി അന്വേഷണം തുടരുകയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇരകളെ തങ്ങൾ കണ്ടെത്തുന്നതെന്ന് പ്രതികളിൽ ഒരാൾ പോലീസിനോട് വ്യക്തമാക്കി. സുന്ദരിയായ യുവതികളുടെ ചിത്രം പതിപ്പിച്ച കാർഡുകൾ ഉപയോഗിച്ചാണ് ആളുകളെ വീഴ്ത്തുന്നത്. ഇന്ത്യൻ യുവാവിനെ അപ്പാർട്ട്മെന്റിൽ പൂട്ടിയിട്ടതും പണം വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതും സമ്മതിച്ചു. കവർച്ച, വധഭീഷണി, തടങ്കലിൽ വയ്ക്കുക, അനാശാസ്യം തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികളുടെ പേരിൽ ചുമത്തപ്പെട്ടിട്ടുള്ളത്. കേസിന്റെ തുടർ വിചാരണ മാർച്ച് 4 നടക്കും. ദുബായിൽ നേരത്തെയും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. മലയാളികളടക്കമുള്ളവർക്ക് വൻ തുകകളും നഷ്ടമായി. നിർത്തിയിട്ട കാറിന്റെ സൈഡ് ഗ്ലാസിനരികെയും മറ്റ് മസാജ് കേന്ദ്രങ്ങളുടെ കാർഡുകൾ പതിച്ചാണ് പലരും ആളുകളെ ആകർഷിക്കുന്നത്. ഇത്തരത്തിൽ കാർഡുകൾ വയ്ക്കുന്നവർക്കെതിരെ പോലീസ് നടപടിയും സ്വീകരിക്കാറുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.